All are welcome to this online class. You are most welcome to the second unit, Heights of Harmony. ഐക്യത്തിൻ്റെ ഔന്നത്യം. This unit starts with a quotation. Little deed of kindness, little words of love, make our earths an Eden like the heaven above. ജൂലിയ എഫ് കാർണി അവരുടേതാണ് ഈ വരികൾ. അനുകമ്പയുടെ ചെറിയ ചെറിയ പ്രവർത്തികൾ, സ്നേഹത്തിൻ്റെ വാക്കുകൾ, ചെറിയ വാക്കുകൾ മുകളിലത്തെ സ്വർഗത്തെ പോലെ നമ്മുടെ ലോകത്തെ ഒരു ഏദൻ തോട്ടമാക്കി മാറ്റുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പ, സ്നേഹത്തിൻ്റെ വാക്കുകൾ എന്നിവയാണ് ഇവിടെ അന്വർത്ഥമാകുന്നത്. അവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ സ്ഥാനമുണ്ട്. ഇങ്ങനെ നമ്മൾ പെരുമാറിയാൽ നമ്മുടെ ഈ ഭൂമി തന്നെ ഒരു ഏദൻ തോട്ടമാക്കി മാറ്റാൻ, ഒരു സ്വർഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും എന്നാണ് ഈ വരികളുടെ അർത്ഥം. There are some qualities and principles that are necessary to maintain the social fabric of human relations. മനുഷ്യബന്ധങ്ങളുടെ സാമൂഹിക കെട്ടുപാടുകൾ നിലനിർത്താൻ നമുക്കിടയിൽ ചില ഗുണങ്ങളും ചില തത്വങ്ങളുമൊക്കെ ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കടൽ തീരത്തുള്ള മണൽത്തരികളെ കണ്ടിട്ടില്ലേ? എന്തൊരു ഒത്തൊരുമയാണ്. അതുപോലെ നാം മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് നിൽക്കാൻ പഠിക്കണം. ഈ അവസ്ഥയിലാണ് നമ്മൾ ഐക്യത്തിൻ്റെ ഔന്നത്യത്തിൽ എത്തിച്ചേരുന്നത് എന്ന് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ കരുണയുള്ള ജനങ്ങൾ കണ്ടുപിടുത്തങ്ങളെക്കാൾ നമുക്ക് സന്തോഷവും സുരക്ഷിതത്വവും നൽകുന്നുണ്ട്. ഒരു വലിയ വിഭാഗം ഈ ഭൂമിയിൽ പട്ടിണി കിടക്കുമ്പോൾ ബാക്കിയുള്ളവർ സമൃദ്ധിയിൽ കഴിയുന്നു. പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ മനുഷ്യൻ സഹാനുഭൂതിയാകുന്ന വലയങ്ങൾ വലുതാക്കുവാനും അതിനുള്ളിൽ എല്ലാ ജീവജാലങ്ങളെയും പ്രപഞ്ചത്തെയും അതിൻ്റെ സർവ ഭംഗികളോടത്ത് ഉൾപ്പെടുത്താനും ശ്രമിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. In this unit, there are 3 chapters. They are Mending World, a poem, Amigo Brothers, and The Hour of Truths. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമായ ദി മെൻഡിങ് വാൾ എന്ന പോയത്തിലേക്ക് സ്വാഗതം. പ്രിയ വിദ്യാർത്ഥികളെ, സഹോദര സ്നേഹവും ക്ഷമയുമാണ് ഐക്യമുള്ള ജീവിതത്തെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ നമ്മൾ കാത്തുസൂക്ഷിക്കാറുണ്ടോ? നമ്മുടെ അയൽക്കാരോടുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? അവരുമായുള്ള നല്ല ബന്ധത്തിന് അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ പലപ്പോഴും സ്വീകരിക്കാറുണ്ടോ? മെൻഡിങ് വാൾ എന്ന ഈ കവിത റോബർട്ട് ഫ്രോസ്റ്റ് അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മെൻഡിങ് വാൾ, മതിൽ നന്നാക്കൽ, റോബർട്ട് ഫ്രോസ്റ്റ്. About the author. Robert Frost, 1874-1963, is an American poet well known for his poems that are colloquial in style. His poems begin in delight and end in wisdom. In 1924, he received his first of 4 Pulitzer Prizes for his book New Hampshire. He won his other Pulitzers for collected poems 1931, Further Range 1937, and A Witness
Tree, 1943. Stopping by woods on a snowy evening and Road Not Taken are two among his famous poems. റോബർട്ട് ഫ്രോസ്റ്റ് 1874 ജനിച്ചു. ഒരു അമേരിക്കൻ കവിയാണ്. അദ്ദേഹം സംസാര രീതിയിലുള്ള ഭാഷാപ്രയോഗം കൊണ്ട് എഴുതിയ കവിതകൾക്ക് പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ സന്തോഷത്തോടെ തുടങ്ങുകയും വിവേകത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു. പലതവണ പുലിറ്റ്സർ സമ്മാനം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്, റോഡ് നോട്ട് ടേക്കൺ എന്നീ 2 കവിതകളാൽ അദ്ദേഹം പ്രശസ്തനാണ്. ന്യൂ ഹാംഷെയർ 1924 പുലിറ്റ്സർ സമ്മാനം നേടി. കളക്റ്റഡ് പോയംസ് 1931 പുലിറ്റ്സർ സമ്മാനം നേടി. ഫർദർ റേഞ്ച് 1937, എ വിറ്റ്നസ് ട്രീ 1943 എന്നീ വർഷങ്ങളിൽ പുലിറ്റ്സർ സമ്മാനം നേടുകയുണ്ടായി. ലോകപ്രശസ്തനായ ഇദ്ദേഹം 1963 നിര്യാതനായി. വിദ്യാർത്ഥികളെ, കവിതയുടെ ആദ്യ ഭാഗം ശ്രദ്ധിക്കുക. Something there is that doesn't love a wall, that sends a frozen ground swell under it, and spills the upper boulders in the sun, and makes gap even to can pass abreast. The work of hunters is another thing. I have come after them and made repair, where they would have left not one stone on a stone, but they would have the rabbit out of hiding, to please the yelping dogs. The gaps I mean, no one has seen them made or heard them made, but at spring mending time we find them there. ഈ വരികളുടെ മലയാളം ശ്രദ്ധിക്കൂ. ഈ ലോകത്ത് മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് ഉണ്ട്. മതിലിനടിയിലുള്ള തണുത്തുറഞ്ഞ ഭൂമിയെ അത് വികസിപ്പിക്കുന്നു. ഈ സമ്മർദ്ദം കാരണം മതിലുകളിൽ വിള്ളലുകൾ നാം അറിയാതെ പ്രത്യക്ഷപ്പെടുന്നു. ഈ സന്ദർഭത്തിൽ മതിലുകൾക്ക് മുകളിലുള്ള വെയിൽ കൊള്ളുന്ന കല്ലുകൾ പതിയെ വശങ്ങളിലേക്ക് വീഴുന്നു. ഇങ്ങനെ കല്ലുകൾ വീഴുന്നത് കാരണം മതിലിൽ വിടവുകൾ സംജാതമാകുന്നു. ചില സന്ദർഭങ്ങളിൽ 2 പേർക്ക് ഒരേ സമയം കടന്നു പോകാവുന്ന രീതിയിൽ വിടവുകളും കാണാൻ സാധിക്കുന്നു. അതിലൂടെ നായാട്ടുകാരും ചിലപ്പോൾ പ്രവേശിക്കാറുണ്ട്. വിണ്ടുകീറിയ മതിലുകളുടെ കേടുപാടുകൾ തീർക്കാനായി നായാട്ടുകാർക്ക് പിന്നാലെ ഞാനും പ്രവേശിക്കുന്നു. ഒരു കല്ലിനു മുകളിൽ മറ്റൊരു കല്ല് കാണാത്ത വിധം ചിലപ്പോൾ വിടവുകൾ വലുതായിരിക്കാം. കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മുയലുകളെ നായാട്ടുകാർ വെടിയൊച്ചയോടെയോ മറ്റോ പുറത്ത് ചാടിക്കുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവരുടെ കൂടെയുള്ള കുരയ്ക്കുന്ന നായാട്ടുപട്ടികളെ സന്തോഷിപ്പിക്കാനാണ്. അവ അതിനു പിറകെ ശൗര്യത്തോടെ ഉത്സാഹത്തോടെ ഓടും. യഥാർത്ഥത്തിൽ ഇതിലൊരു തമാശയുണ്ട്. കാരണം നായകളാണ് കുരയ്ക്കുകയും ഒളിഞ്ഞിരിക്കുന്ന മുയലുകളെ ഭയപ്പെടുത്തി പുറത്ത് ചാടിക്കുകയും ചെയ്യുന്നത്, അല്ലേ? ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരു സംഭവമുണ്ട്. കവി പറയുന്നു. എന്താണത്? കവിയുടെ പറമ്പിൻ്റെ മതിലിനും അത് തന്നെ സംഭവിച്ചു. മതിലുകളിൽ വിള്ളലുണ്ടാക്കുകയോ അതിനു മുകളിലുള്ള കല്ലുകൾ തള്ളി വശങ്ങളിലേക്കിടുകയോ ചെയ്യുന്നത് ആരും കാണുകയോ കേൾക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ശരിയല്ലേ? വസന്തകാലത്ത് പലപ്പോഴും
കേടുപാടുകൾ തീർക്കേണ്ട സമയമാകുമ്പോൾ മതിലുകൾ വിള്ളലുകൾ കൊണ്ട് രൂപം നഷ്ടപ്പെട്ടിരിക്കും. ഈ വിള്ളലുകൾ അല്ലെങ്കിൽ വിടവുകൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്നോ ആരാണ് ഉണ്ടാക്കുന്നതെന്നോ എനിക്ക് എന്നല്ല ആർക്കും അറിയില്ലെന്ന് കവി പറയുന്നു. മതിലുകളുടെ നിർമ്മാണത്തെ വെറുക്കുന്ന എന്തോ ഒരു ശക്തി ഈ ഭൂമിയിലുണ്ടെന്ന് അതുകൊണ്ടാണ് എഴുത്തുകാരൻ സമർത്ഥിക്കുന്നത്. പ്രിയ വിദ്യാർത്ഥികളെ, അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. I let my neighbor know beyond the hill, and on a day we met to walk the line, and set the wall between us once again. We keep the wall between us as we go, to each the boulders that have fallen to each, and some are loaves and some so nearly balls. We have to use a spell to make them balance. Stay where you are until our backs are turned. We wear our fingers rough with handling them. Oh, just another kind of outdoor game. One on a side, it comes to a little more. There were eddies. We do not need the wall. He is all pine, and I am apple orchard. My apple trees will never get across and eat the corns under his pines. I tell him. He only says, good fences make good neighbors. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഭാഗത്തിൻ്റെ മലയാളം ശ്രദ്ധിക്കുക. പറമ്പിൻ്റെ അതിർത്തിയിലെ മതിലിൽ പ്രത്യക്ഷപ്പെട്ട വലിയ വിടവുകളെക്കുറിച്ച് ഞാൻ കുന്നിനപ്പുറത്ത് താമസിക്കുന്ന എൻ്റെ അയൽക്കാരനെ വിവരമറിയിച്ചു. കാരണം അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പറമ്പിൻ്റെ അതിർത്തിയിലാണല്ലോ മതിൽ. പരസ്പരം കാണാനും മതിലിൻ്റെ ഇരുവശത്തുകൂടെ നടന്ന് അത് നന്നാക്കി കെട്ടാനും ഒരു ദിവസത്തേക്ക് ഞങ്ങൾ നിശ്ചയിച്ചു. അങ്ങനെ ആ മതിൽ നന്നാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമല്ലോ. മതിലിൽ നിന്ന് ഇരുവശങ്ങളിലേക്കും രണ്ട് പറമ്പിലുമായി കല്ലുകൾ വീണ് കിടക്കുന്നു. അയൽക്കാരൻ്റെ ഭാഗത്തേക്ക് വീണ് കിടക്കുന്ന കല്ലുകൾ ഓരോന്നായി അദ്ദേഹം പെറുക്കിയെടുത്തു. എൻ്റെ ഭാഗത്തേക്ക് വീണ കല്ലുകൾ ഞാനും ശേഖരിച്ചു. നിലത്ത് വീണ ഓരോ കല്ലുകൾക്കും അവയുടെ യഥാർത്ഥ ആകൃതി നഷ്ടപ്പെട്ടിരുന്നു. ചില കല്ലുകൾ അപ്പക്കഷ്ണങ്ങൾ പോലെയും മറ്റു ചിലത് പന്തുകൾ പോലെയും ഇരിക്കുന്നു. താഴെ വീണ് മഴയും മഞ്ഞും വെയിലുമേറ്റ് അങ്ങനെ സംഭവിച്ചു. അവ മതിലിൻ്റെ മുകളിൽ യഥാർത്ഥ സ്ഥാനത്ത് വെച്ച് കെട്ടുവാൻ ഞങ്ങൾക്ക് മന്ത്രവാദം അല്ലെങ്കിൽ മാന്ത്രിക വിദ്യ വശമുണ്ടായെങ്കിലേ സാധിക്കൂ എന്ന് ഞങ്ങൾക്കറിയാം. മതിലിന് മുകളിൽ ആ കല്ലുകൾ വെച്ച് ഞങ്ങളുടെ പുറകുവശം നിങ്ങൾക്ക് നേരെ തിരിയുന്നത് വരെയെങ്കിലും അവിടെ നിൽക്കൂ കല്ലുകളെ എന്ന് പറയേണ്ട അവസ്ഥയാണ്. കാരണം യഥാർത്ഥ രൂപമില്ലാത്ത കല്ലുകൾ മതിലിൽ കുറഞ്ഞ സമയം പോലും നിൽക്കുകയില്ലല്ലോ എന്ന് മനസ്സിലാക്കുക. ഞങ്ങളുടെ കൈകൾ കല്ലുകൾ ഉയർത്തി മതിലിൽ വെച്ച് പരുക്കനായി മാറി, വേദനയുള്ളതുമായി മാറി. ഈ പ്രവൃത്തി ഒരു ഔട്ട്ഡോർ ഗെയിം പോലെയാണ് എനിക്ക് തോന്നിയത്. മതിലിൻ്റെ ഒരു ഭാഗത്ത് അയൽക്കാരനും മറുവശത്ത് മറ്റൊരു വ്യക്തിയും. ഇവിടെ അയൽക്കാരനും ഞാനും പറമ്പിൻ്റെ രണ്ട് വശങ്ങളിൽ. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് മതിലുകൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളുമുണ്ട് കേട്ടോ. അയാളുടെ സ്ഥലം നിറയെ പൈൻമരങ്ങളും എൻ്റെ സ്ഥലം ആപ്പിൾ മരങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. എൻ്റെ ആപ്പിൾ മരങ്ങൾ അയാളുടെ പൈൻമരത്തിൻ്റെ കായകൾ ആക്രമിച്ച് ഭക്ഷിക്കാറില്ല. ഞാൻ അയാളോട്
പതുക്കെ പറഞ്ഞു. എന്നാൽ അയാൾ പറഞ്ഞതിങ്ങനെയാണ്: നല്ല വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുമെന്ന്. എൻ്റെ അഭിപ്രായം മതിലുകൾ വേണ്ട എന്നാണ്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അതേസമയത്ത് അയൽപക്കക്കാരനാവട്ടെ ഇങ്ങനെ പറയുന്നു: നല്ല വേലികൾ കിട്ടിയാലേ നല്ല അയൽപക്ക ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന്. പ്രിയ വിദ്യാർത്ഥികളെ, പഴയ തലമുറകൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ മതിലുകളില്ലായിരുന്നു. പക്ഷേ അപ്പോഴും അയൽപക്കക്കാരുമായും നമ്മുടെ ഗ്രാമീണരുമായും നമുക്ക് നല്ല ബന്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നോക്കൂ, നമുക്ക് ചുറ്റും എന്താണ് കാണുന്നത്? ഓരോ വീടുകളും ഓരോ പറമ്പുകളും അതിർത്തി കൊണ്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഈ അതിർത്തി മനുഷ്യ മനസ്സിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നതാണ്. ജാതിയുടെ, മതത്തിൻ്റെ, വേഷത്തിൻ്റെ, ഭാഷയുടെ, പണത്തിൻ്റെ, അറിവിൻ്റെ, ഇങ്ങനെ പല മതിലുകളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എവിടെയാണ് നമുക്ക് നല്ല സഹവർത്തിത്വം ഉണ്ടാവുക? ഈ മതിലുകൾ വേണമോ വേണ്ടയോ എന്നുള്ളതാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതിൻ്റെ അവസാന ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവർക്കും നന്ദി.